കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഇത്രയും പേർക്ക് ദൈവവചനം പഠിക്കുവാനും ധ്യാനിപ്പാനും കടന്നു വരുവാനായിട്ട് ഇടയാക്കിയതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ പഠനത്തിനായിട്ട് നമുക്ക് യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 19 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 1-ാം അധ്യായം 19 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. പ്രിയ സഹോദരന്മാരെ, നിങ്ങളത് അറിയുന്നുവല്ലോ. എന്നാൽ ഏത് മനുഷ്യനും കേൾക്കുവാൻ വേഗതയും പറയുവാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവനായിരിക്കട്ടെ. മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുകയും എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തതുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിക്കുകയും ഒരുത്തൻ വചനം കേൾക്കുന്നവരെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്നവനോട് തുല്യൻ. അവൻ തന്നെത്താൻ കണ്ടു പുറപ്പെട്ടു താൻ ഇന്ന രൂപമായിരുന്നു എന്ന് ഉടനെ മറന്നു പോകുന്നു. സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ട് മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും. നിങ്ങളിൽ ഒരുവൻ കണിയാവിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥം അത്രേ. പിതാവായ ദൈവത്തിന്റെ മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാത്തവണ്ണം തന്നെ താൻ കാത്തുകൊള്ളുന്നതും ആകുന്നു. ദൈവത്തിന് മഹത്വം. കഴിഞ്ഞ ചില ആഴ്ചകളായി നാം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ചിന്തിച്ചു വരികയായിരുന്നു. പ്രത്യേകിച്ച് 2 മുതൽ 18 വരെയുള്ള ഭാഗങ്ങളിൽ യാക്കോബ് 2 കാര്യങ്ങളാണ് അവിടെ എടുത്തു പറയുന്നത്. ഒന്ന്, വിശ്വാസികൾ പരിശോധനയിൽ കൂടി കടന്നു പോകാറുണ്ട്. ആ പരിശോധന നമ്മെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി തീർക്കാൻ വേണ്ടിയാണ്, മെച്ചൂറാക്കാൻ വേണ്ടിയാണ്. ഈ പരിശോധന ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. നമ്മെ നല്ലവരാക്കി തികഞ്ഞവരാക്കി തീർക്കാൻ വേണ്ടിയാണ് പരിശോധന എന്ന് പറയും. രണ്ടാമത് പിന്നീട് യാക്കോബ് പറയുണ്ടായി, പരീക്ഷണങ്ങളിൽ കൂടി കടന്നു പോകാറുണ്ട്, അഥവാ പ്രലോഭനങ്ങൾ കടന്നു പോകാറുണ്ട്. ഈ പ്രലോഭനങ്ങൾ ഒരുവൻ്റെ നാശത്തിന് കാരണമായി തീരുന്നു. അത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. അത് ദൈവമല്ല അതിൻ്റെ കാരണക്കാരൻ എന്ന് യാക്കോബോട് പറയുക. അതിനുശേഷമായിട്ട് 19 മുതൽ 27 ഭാഗങ്ങളിൽ വേറൊരു വിഷയത്തിലോട്ട് യാക്കോബ് വിശ്വാസമുള്ള ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ്. ഇവിടെ ആരംഭത്തെ വായിക്കുന്നത്, പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ അത് അറിയുന്നുവല്ലോ. അത് അറിയുന്നുവല്ലോ എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ യാക്കോബ് അനുഭവം പറഞ്ഞു. ആ കാര്യം നിങ്ങളുടെ ഓർമ്മയിലുണ്ടല്ലോ എന്നാണ് യാക്കോബ് നിർദ്ദേശിക്കുന്നത്. അതാണ് 18-ാം വാക്യത്തെ നാം കണ്ടത്. നിങ്ങൾ ദൈവത്തിൻ്റെ ആദ്യഫലമാവുന്നു, മാത്രമല്ല നിങ്ങൾ വചനത്താൽ വീണ്ടും ജനിച്ചവരുമായിരിക്കണം. അത് നിങ്ങൾ അറിയുന്നുവല്ലോ. അഥവാ നിങ്ങൾ ദൈവത്തിൻ്റെ ആദ്യഫലവും നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്താൽ വീണ്ടും ജനിച്ചവരായിരിക്കുന്നു എന്ന് വീണ്ടും ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഒരു വിശ്വാസിയുടെ രക്ഷയ്ക്ക് കാരണമായി തീരുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അത് തന്നെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. 1 പത്രോസ് 1:23 പ്രകാരം വായിക്കുന്നുണ്ട്, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കും. അപ്പോൾ നമ്മുടെ വീണ്ടും ജനനത്തിന് കാരണമായിട്ട് എന്താണ്? കെടാത്ത ബീജമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് നമുക്ക് വീണ്ടും ജനനത്തെ അനുഭവം ഉണ്ടായത്. അപ്പോൾ ഈ സംഗതികൾ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നതുകൊണ്ട് യാക്കോബ് പറയാണ്, അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ നിവർത്തിക്കാം എന്ന് യാക്കോബ് വിശ്വാസത്തിൽ ഓർപ്പിക്കുകയാണ്.
നിങ്ങൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് 19 വാക്യത്തിൽ പറയുക. ഒന്ന്, നിങ്ങൾ കേൾപ്പാൻ വേഗതയുള്ളവരായിരിക്കണം, പറയുവാൻ താമസമുള്ളവരായിരിക്കണം, കോപിക്കുന്നവനും താമസം ഉള്ളവരായിരിക്കണം. ദൈവത്തിൻ്റെ വിത്ത് അഥവാ ദൈവത്തിൻ്റെ വചനം നമ്മിൽ പാകിയിരിക്കുന്നതുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് യാക്കോബ് തൻ്റെ വിശ്വാസത്തിൽ ഓർപ്പിക്കുക. ഒന്നാമതായിട്ട് യാക്കോബ് പറയുകയാണ്, നിങ്ങൾ കേൾപ്പാൻ വേഗതയുള്ളവരായിരിക്കണം. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, സഭയിൽ ദൈവവചനം പഠിപ്പിക്കുമ്പോൾ പ്രസംഗിക്കുമ്പോൾ അത് കേൾക്കുവാനായിട്ട് വേഗതയുള്ളവരായിരിക്കണം, ഒരുക്കമുള്ളവരായിരിക്കണം, താല്പര്യമുള്ളവരായിരിക്കണം, ഉത്സാഹമുള്ളവരായിരിക്കണം. ദൈവം നൽകുന്ന ഉപദേശങ്ങൾ അത് താല്പര്യത്തോടെ കേൾക്കുവാനായിട്ട് ഉത്സാഹത്തോടെ ഇരിപ്പീൻ എന്നാണ്. ചില നിർദ്ദേശങ്ങളും ചില മുന്നറിയിപ്പുകളും ചില അനുഗ്രഹത്തിൻ്റെ വചനങ്ങളൊക്കെ ദൈവത്തിൻ്റെ വചനം നമ്മൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് അവ കേൾക്കുവാനായിട്ട് വളരെ താല്പര്യരായിരിപ്പീൻ എന്നാണ് യാക്കോബ് പറയുകയാണ്. കേൾക്കുവാൻ നിങ്ങൾ വേഗതയുള്ളവരായിരിക്കണം, അഥവാ വേഗത്തിൽ ദൈവത്തിൻ്റെ വചനം പഠിച്ച് അതിൽ പ്രബുദ്ധരായി തീരണം എന്നാണ് യാക്കോബ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ താല്പര്യത്തോടുകൂടി ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരുപാട് ആത്മീയ മർമ്മങ്ങൾ നമ്മെ പഠിപ്പിച്ചെടുക്കുവാനായിട്ട് കഴിയും. എന്നാൽ നമുക്കുള്ള പരാജയം എന്ന് പറയുന്നത് പലപ്പോഴും ദൈവവചനം പ്രസംഗിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും ആരംഭത്തിൽ താല്പര്യത്തോടെ ഇരിക്കുക, ഇടയ്ക്ക് ഉറങ്ങിപ്പോകുന്നു, ഇടയ്ക്ക് അശ്രദ്ധരായി തീരുകയാണ്, ശ്രദ്ധ മാറിപ്പോകാറുണ്ട്. അതൊക്കെ സ്വാഭാവികം നടക്കുന്ന സംഗതികളാണ്. കാരണം പാളത്തെ അധ്വാനത്തിന് ശേഷമായിട്ടൊക്കെയാണ് നാം വളർന്നിരിക്കുന്നത്, ക്ഷീണമുണ്ട്. പക്ഷേ അപ്പോഴും ആ ഉത്സാഹം നഷ്ടപ്പെട്ടു പോകാതെ ഉത്സാഹ ഹൃദയത്തിലുണ്ടെങ്കിൽ നമുക്ക് ഉണർവുണ്ടായിരിക്കും. LKG UKG 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ അശ്രദ്ധരാണ്, അവരെ മെരുക്കിയിരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എത്രമാത്രം ഉത്സാഹം അഭിവാഞ്ച ഈ സത്യം അറിയണം, ഈ ഭാവത്തെപ്പറ്റി എനിക്ക് അറിയണമെന്നുള്ള അഭിവാഞ്ച ഉണ്ടെങ്കിൽ ആ അശ്രദ്ധയൊക്കെ മാറിക്കിട്ടൂടെയാത്തീർന്നു. നാം വചനം കേട്ടും വായിച്ചും മനസ്സിലാക്കുമ്പോൾ ആ മനസ്സിലാക്കുന്ന സംഗതികൾ, ആ വചനം നാം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ആ കേട്ടതും അറിഞ്ഞതുമായ വചനം അത് ഉദ്ധരിച്ച് നമുക്ക് പ്രതിസന്ധിയെ തരണം ചെയ്യാൻ വേണ്ടി കഴിയും. അഥവാ ദൈവവചനം എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനോട് പ്രതികരിക്കുവാൻ നമുക്ക് കഴിയും. ജീവിതത്തിൽ വിജയം നേടുമ്പോൾ, അനുഗ്രഹം പ്രാപിക്കുമ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്യണം, എന്തുകൊണ്ടാണ് ദൈവം എന്നെ ഈ നിലയിൽ മാനിക്കുന്നത്, അനുഗ്രഹിക്കുന്നതെന്ന് വിലയിരുത്തിക്കൊണ്ട് അതിൻ്റെ പ്രത്യുപകാരമായിട്ട് ഞാൻ എന്ത് ചെയ്യണം, അപ്പോഴും ദൈവവചനത്തിൻ്റെ ഉപദേശങ്ങളാണ് നമ്മെ പറഞ്ഞ് മനസ്സിലാക്കുക. നാം എല്ലായ്പ്പോഴും ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നവരായിരിക്കണം. ഏത് ഘട്ടത്തിലും നന്ദി പറയുവാനായിട്ട് നമുക്ക് ദൈവവചനം നമ്മെ ഉപദേശിക്കുകയാണ്. പരിശോധനകളും പരീക്ഷണങ്ങളും നേരിടുമ്പോൾ അവയെ എങ്ങനെ നാം നേരിടണമെന്ന് ദൈവവചനം പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അറിയുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ദൈവ പൈതലിന് ദൈവവചനത്തോടുള്ളായിരിക്കുന്ന വിശപ്പും ദാഹവും എപ്പോഴും ഉണ്ടായിരിക്കണം. 1-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, 1-ാം സങ്കീർത്തനം 1-2 വായിക്കുന്നുണ്ട്, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന് ന്യായപ്രമാണത്തെ രാപ്പുകൾ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ എല്ലായ്പ്പോഴും നമുക്ക് വായിക്കുവാനും ധ്യാനിക്കുവാനും അതിൽ സന്തോഷിക്കുന്നവനെ പറ്റി പറയുന്നത് അവന് ഭാഗ്യവാൻ പറയുകയാണ്. യിരെമ്യാപ്രവചനം 15:16 വായിക്കുന്നുണ്ട്, ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു എന്ന് യിരെമ്യാ പറയുകയാണ്. അത് അവൻ്റെ ആഹാരമാക്കി തീർത്തിരിക്കുക. 119 സങ്കീർത്തനം മൊത്തത്തിൽ വായിച്ചു കഴിയുമ്പോൾ ദൈവവചനത്തിൻ്റെ പ്രസക്തിയെപ്പറ്റിയാണ് അവിടെ പറയുന്നത്. 2 തീമോഥെയോസ് 3:16 വായിക്കുന്നുണ്ട്, എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസനത്തിനും പ്രയോജനമുള്ളതാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രസക്തി എത്രമാത്രം ഉണ്ട് എന്ന് ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുക. ദൈവത്തിൻ്റെ വചനം ഏതൊരു വ്യക്തിയോട് സംസാരിക്കും,
ഏതൊരു വ്യക്തിക്കും ആശ്വാസം നൽകുന്നതാണ്. അവിശ്വാസിയായാലും വിശ്വാസിയായാലും ദൈവഗണത്തിൻ്റെ സ്വാധീനം വളരെ വലുതാണ്. നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന മിസ്സസ് ഇന്ദിരാഗാന്ധി ഒരിക്കൽ രാത്രി അവർക്ക് ഉറക്കം വന്നില്ല. രാത്രി മുഴുവനുമായി അവിടെ റൂമിൽ കൂടി നടക്കുകയാണ്. അവിടെ പേഴ്സണൽ ലൈബ്രറി ചെന്ന് നോക്കി ഒരു ബൈബിൾ ഉണ്ടോ എന്ന് തിരക്കിയപ്പോൾ ആ ലൈബ്രറിയിൽ ബൈബിളിൽ. രാത്രിയിൽ അവരുടെ പ്രൈവറ്റ് സെക്രട്ടറി വിളിച്ചിട്ട് പറഞ്ഞു, എത്രയും വേഗത്തിൽ എനിക്ക് ബൈബിൾ എത്തിച്ചേരണമെന്ന് പറഞ്ഞു. ആ മനുഷ്യൻ ഡൽഹിയിലുള്ളായിരിക്കുന്ന ബൈബിൾ സൊസൈറ്റിയുടെ ഓഫീസിലെ സ്റ്റാഫിനെ വിളിച്ചിട്ട് അർദ്ധരാത്രി ബൈബിൾ കൊണ്ടുവന്നു. രാത്രിയിൽ ഇന്ദിരാഗാന്ധി വായിച്ചു, ധ്യാനിച്ചു, അവരുറങ്ങി, ഉറക്കം വന്നു. നന്നായി ഉറങ്ങിയെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഏതൊരു വ്യക്തിയോടും ദൈവവചനം സംസാരിക്കും. ദൈവവചനത്തിൻ്റെ ശക്തിയും ദൈവവചനത്തിൻ്റെ സ്വാധീനവും അത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ്. ഒരു അവിശ്വാസിയായിരിക്കുന്ന വ്യക്തിയോട് എത്രമാത്രം ദൈവവചനത്തിന് സ്വാധീനിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ രക്ഷകനായി സ്വീകരിച്ച് ദൈവഭക്തി ജീവിക്കുന്ന നമ്മോട് ദൈവത്തിന് എത്രമാത്രം ശക്തമായി ഇടപെടും എന്നുള്ളത് നമ്മുടെ അനുഭവങ്ങൾക്ക് കാണുവാൻ കഴിയുകയാണ്. അപ്പോൾ ഈ ദൈവവചനം വിശ്വാസം എന്ത് ചെയ്യണം? കേൾക്കുവാനായിട്ട് എന്ത് ചെയ്യണം? വേഗതയുള്ളവരായിരിക്കണം. ഉപദേശങ്ങൾ പഠിക്കുവാനായിട്ട് എന്ന് വെച്ചാൽ വേഗത്തിൽ പഠിച്ച് വളരുക എന്നുള്ളതാണ്. രണ്ടാമത് പറയുകയാണ്, പറയുവാൻ താമസമുള്ളവരായിരിക്കണം. നിങ്ങൾ പറയുവാനായിട്ട് താമസമുള്ളവരായിരിക്കണം. ക്രിസ്തുവർഷം 55-നും 135-നും ഇടയിൽ ജീവിച്ചിരുന്ന എപ്പിറ്റീറ്റസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് ചിന്തകനുണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ പറയുകയാണ്, മനുഷ്യന് പ്രകൃതി ഒരു നാവും 2 ചെവിയും നൽകിയിട്ടുണ്ട്. അതെന്തിനാണ് ചോദിച്ചാൽ, 2 പ്രാവശ്യം 2 പേരിൽ നിന്ന് കേൾക്കുക, 1 പ്രാവശ്യമായിട്ട് സംസാരിക്കുക. അല്പം സംസാരിക്കുക, ധാരാളം കേൾക്കുക. അപ്പോൾ കൂടുതലായിട്ട് കേൾക്കുവാനായിട്ട് ശ്രദ്ധിക്കുക, പഠിക്കുവാനായിട്ട് ഉത്സാഹിക്കുക, വളരെ കുറച്ച് മാത്രമായി സംസാരിക്കുക. ചില ആൾക്കാർക്ക് കേൾക്കുവാനായിട്ടൊട്ടും താല്പര്യമില്ല. എന്നാൽ സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വാതോരാതെ സംസാരിക്കും. അവർക്ക് നിർത്താൻ അറിയത്തില്ല. കേൾക്കുന്നതിനോട് ഒരു താല്പര്യമില്ല, സംസാരിക്കുന്നതിനാണ് താല്പര്യം. നിങ്ങൾ സോക്രട്ടീസിനെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. സോക്രട്ടീസ് ഒരു ഗ്രീക്ക് തത്വ ചിന്തകനായിരുന്നു. അദ്ദേഹം സ്കൂൾ അധ്യാപകനും അപ്പോൾ തന്നെ താത്വികനുമായിരുന്നു. ഒരിക്കലും ഒരു ചെറുപ്പക്കാരൻ സോക്രട്ടീസിൻ്റെ അടുത്ത് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ ചേർന്ന് പഠിക്കുവാനായിട്ട് താല്പര്യം പ്രകടിപ്പിച്ചു. സോക്രട്ടീസ് സംസാരിക്കുന്ന മുമ്പായി തന്നെ ഈ ചെറുപ്പക്കാരൻ സംസാരിച്ചുകൊണ്ടേയിരിക്കുക, വാതോരാതെ സംസാരിക്കുക. സോക്രട്ടീസ് എല്ലാം ശാന്തമായി കേട്ടു. അവർ നിർത്തിക്കഴിഞ്ഞപ്പോൾ സോക്രട്ടീസ് പറഞ്ഞു, നിന്നെ എൻ്റെ ക്ലാസ് എടുത്ത് പഠിപ്പിക്കുന്നതിന് സന്തോഷമാണ്, പക്ഷേ നീ ഇരട്ടി ഫീസ് കൊടുക്കണം. അപ്പോൾ അവൻ ചോദിച്ചു, എന്തിനാണ് സാറേ ഇരട്ടി ഫീസ്? അതായത് ആദ്യം നിൻ്റെ നാക്കിനെ ഒന്ന് അടക്കി നിർത്തണം, രണ്ടാമത് എന്ത് പറയണമെന്നെ പഠിപ്പിക്കണം. അത് ശ്രമകരമായ ഒരു ജോലിയാണ്, സമയമെടുക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് നീ ഇരട്ടി ഫീസ് കൊടുത്തേ പറ്റുള്ളൂ. യാക്കോബ് പറയുന്നത് എന്താണെന്ന് അറിയാമോ? വിശ്വാസികളോട് നിങ്ങൾ പറയുവാനായിട്ട് താമസമുള്ളവരായിരിക്കണം. ഇത് വിശ്വാസികൾക്കാണ് യാക്കോബ് എഴുതുന്നത്. അതുകൊണ്ട് കേട്ടും കണ്ടും പഠിക്കുക. സാവകാശമായിട്ട് നിങ്ങൾ പഠിച്ചതിനനുസരിച്ച് സഭാന്തരീക്ഷത്തിൽ നിങ്ങളത് പ്രാവർത്തികമാക്കി തീർക്കുക എന്നാണ് പറയുന്നത്. ഡെമോനാക്സ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിച്ചു, സാറേ ആരായിരിക്കും ഏറ്റവും നല്ല ഭരണാധികാരി എന്ന് ചോദിച്ചു. ബെസ്റ്റ് റൂളർ ആരായിരിക്കും ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പറയുകയുണ്ടായി, അല്പം മാത്രം സംസാരിക്കുന്നവൻ, കോപിക്കാതിരിക്കുന്നവൻ, കൂടുതൽ കേൾക്കുന്നവൻ, ഇവനാണ് ഏറ്റവും നല്ല റൂളർ. അതായത് നാം ആയിരിക്കുന്ന മേഖലകളിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്ന് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, അത് പാസ്റ്ററായാലും എൽഡറായാലും അധ്യാപകനായാലും അത് ഡോക്ടറായാലും എഞ്ചിനീയറായാലും ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നതായിക്കൊള്ളട്ടെ, ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നൊരു ഫിലോസഫിയാണ്. അതായത് അല്പം മാത്രം സംസാരിക്കുക, കോപിക്കാതിരിക്കുക, കൂടുതലായിട്ട് കേൾക്കുക. അങ്ങനെയുള്ളവർക്ക് നല്ല ഭംഗിയായ രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും, നല്ലവനായി തീരുവാൻ, ഉയർന്നവനായി തീരുവാൻ കഴിയും എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഇവിടെ എന്താണ് യാക്കോബ് ഉപദേശിക്കുന്നത്? പറയുവാൻ താമസമുള്ളവരായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് യാക്കോബ് അർത്ഥമാക്കിയത്?
വാക്ക് ഇത്രയേ ഉള്ളൂ. സഭയിൽ വിശ്വാസികളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ, പുതിയതായിട്ട് വിശ്വാസികൾ ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ, അവരെല്ലാവരും ചെയ്യേണ്ടത് കണ്ടും കേട്ടും പഠിക്കട്ടെ. മറ്റുള്ളവരിൽ നിന്ന് കണ്ടും കേട്ടും പഠിക്കട്ടെ. ഉപദേശങ്ങളും ക്രമങ്ങളും ചട്ടങ്ങളും ശ്രദ്ധയോടെ അവർ വീക്ഷിക്കട്ടെ. അവർ പാല് കുടിച്ച് വളർന്നു വരട്ടെ. വളർച്ച പ്രാപിച്ച ശേഷം പക്വത എത്തുമ്പോൾ അവർ സംസാരിച്ചു തുടങ്ങട്ടെ. വചനത്തിൽ നിന്ന് പ്രബോധനം പറയുമ്പോൾ പതുക്കെ പതുക്കെ ഗ്രാജുവലായിട്ട് വളർന്ന് മെച്യൂറായി കഴിയുമ്പോൾ അവർ സഭയെ പഠിപ്പിക്കട്ടെ, സഭയിൽ പ്രസംഗിക്കട്ടെ, സഭയിൽ പറയട്ടെ എന്നാണ് യാക്കോബ് ഉദ്ദേശിക്കുന്നത്. ഇന്നലെ രക്ഷിക്കപ്പെട്ട ഒരാളിൽ നിന്ന് നമുക്ക് നാളെ പ്രബോധനം പറയാനായിട്ട് പറ്റുകയില്ല. അവന് വളരേണ്ട ആവശ്യമായിരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ കേൾക്കുവാനായിട്ടുണ്ട്. കേൾക്കുവാൻ വേഗതയുള്ളവരായിരിക്കണം. അതിൻ്റെ അർത്ഥം പറയുമ്പോൾ വേഗത്തിൽ ഉപദേശ സത്യങ്ങൾ അവന് പഠിച്ചിട്ട് ഗ്രാജുവലായിട്ട് അവന് പ്രബോധനങ്ങളിലോട്ട് കിടക്കട്ടെ എന്നാണ്. നമ്മുടെ സഭയിൽ നല്ലൊരു ചിട്ടയാണ് നമുക്ക് ഉള്ളത്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളരെ അതിൻ്റെ നിലവാരത്തിൽ കൂടിയാണ് വളർന്നു വരുന്നത്. ചില കുഞ്ഞുങ്ങളൊക്കെ എഴുന്നേറ്റ് വാക്യം വായിക്കാറുണ്ട്. അതിനുശേഷം അല്പം കൂടെ മെച്ചൂറാകുമ്പോൾ എഴുന്നേറ്റ് ചെറിയ തോട്ട്സ് പറയാറുണ്ട്. അതിനുശേഷം പ്രസംഗപീഠത്തിൽ വരാറുണ്ട്. പിന്നെ വലിയ വലിയ പ്രസംഗ വേദികളിൽ അവർക്ക് പ്രത്യക്ഷപ്പെടാൻ കഴിയും. ഇതാണ് വളർച്ച എന്ന് പറയും. ഈ ഘട്ടങ്ങളിൽ എന്ത് ചെയ്യണം? അവർ വചനം കേട്ട് പഠിക്കട്ടെ. അപ്പോൾ അത് വളരെ ശ്രദ്ധേയമായിരിക്കുന്നൊരു വിഷയമാണ്. പൗലോസ് തീമോഥെയോസിന് എഴുതുമ്പോൾ രണ്ട് കാര്യങ്ങൾ പൗലോസ് തീമോഥെയോസിനെ ഓർപ്പിക്കുന്നുണ്ട്. ഒന്ന് തീമോഥെയോസ് 3:6 5:22 കാണുന്നുണ്ട്. അതായത് നേതൃസ്ഥാനത്തേക്ക് എൽഡേഴ്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ നീ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യമുണ്ട്. ഒന്ന്, അവൻ പുതിയ ശിഷ്യനാകരുത്. ന്യൂലി കൺവേർട്ടഡ് ആകുവാനായിട്ട് പാടില്ല. എന്നതിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ ദൈവവചനം നന്നായിട്ട് അറിയാവുന്ന ഒരാളിനെ വേണം. ഉപദേശങ്ങളെപ്പറ്റിയും സഭയുടെ അനുഷ്ഠാനങ്ങളെപ്പറ്റിയും രീതികളെപ്പറ്റിയും നന്നായി പഠിച്ച ഒരാളിനെ മാത്രമേ അതിലേക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ എന്ന് പറയുന്നു. അത് മാത്രമല്ല, വീണ്ടും പറയുന്നുണ്ട്, വേഗത്തിൽ കൈ വയ്ക്കരുത്. ആരെയും വേഗത്തിൽ അടിക്കുക എന്നുള്ളതല്ല എൻ്റെ അർത്ഥം. വേഗത്തിൽ കൈവയ്ക്കരുത് എന്ന് പറഞ്ഞാൽ വേഗത്തിൽ കൈവച്ച് പ്രാർത്ഥിച്ച് ശുശ്രൂഷയ്ക്ക് വേണ്ടി എടുക്കരുത് എന്നാണ്. അപ്പോൾ വളരെ നിഷ്കർഷമായിട്ട് പൗലോസ് പറയുകയാണ്, അവരതുവരെയും കേട്ട് പഠിച്ച് മെച്യൂറായിട്ട് അത് ഉപദേശിപ്പാൻ സമർത്ഥരായി കഴിയുമ്പോൾ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ എന്ന്. അപ്പോൾ മെച്യൂരിറ്റി വളരെ ആവശ്യമാണ്. ദൈവവചനം പഠിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരിക്കലും ഒരു സെമിനാരിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു യൗവനക്കാരൻ, പഠിക്കുവാൻ മിടുക്കനാണ്, സമർത്ഥനാണ്, അക്കാഡമിക്കലി നല്ല കഴിവുണ്ട്, ഓൾറൗണ്ടറാണ്, എല്ലാം കൊണ്ടും അവൻ മിടുക്കനാണ്. അപ്പോൾ അങ്ങനെ പ്രസംഗിക്കുവാൻ കഴിവുള്ള ആ ചെറുപ്പക്കാരനെ ഒരിക്കൽ ഒരു സഭയിൽ പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചു. ആ കോളേജിലെ സെമിനാറിലെ ഏറ്റവും അക്കാഡമിക്ക് നല്ല നിലവാരത്തിലുള്ളായിരിക്കുന്ന സ്റ്റുഡൻ്റാണ്. ആ കഴിവുള്ളതുകൊണ്ട് ഒരു സഭ അവനെ പ്രസംഗിക്കാൻ വിളിച്ചു. അവനവിടെ ചെന്ന് സ്കോട്ട്ലൻഡിലാണ് നടക്കുന്നത്. അവന് സ്വന്തമായിട്ട് ഒരു ധാരണ, എനിക്ക് പ്രസംഗിക്കാൻ പറ്റും, അറിവുണ്ട്, എല്ലാം കഴിവുണ്ട് എന്നറിഞ്ഞുകൊണ്ട് അവൻ കയറി ചെന്നു. അവൻ പ്രസംഗം ആരംഭിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും അവനെ മൊത്തം വിയർക്കാൻ തുടങ്ങി. ഒന്നും പറയുവാൻ കഴിയുന്നില്ല. വളരെയധികം അത് വലിയ വിഷമത്തിലായിത്തീർന്നു. പെട്ടെന്ന് പ്രസംഗം നിർത്തി അവൻ ഇറങ്ങിപ്പോയി. ഇതൊരു സ്കോട്ടിഷ് വിശ്വാസിയായിരിക്കുന്ന പ്രായം ചെന്നൊരു അമ്മച്ചി ഫ്രണ്ടിൽ നിന്ന് കാണുകയായിരുന്നു. അതെല്ലാം കഴിഞ്ഞ ശേഷം അവനെ അടുത്ത് വിളിച്ചിട്ട് ഈ മാതാവിനോട് പറയുകയാണ്, നീ ഇറങ്ങി വന്നതുപോലെ കയറിപ്പോരുന്നുവെങ്കിൽ കയറിപ്പോയതുപോലെ എനിക്ക് ഇറങ്ങി വരാമായിരുന്നു. മനസ്സിലായോ? നീ ഇറങ്ങി വന്നത് എങ്ങനെയാണ്? ലജ്ജാശീലത്തോടുകൂടി, ദുഃഖത്തോടുകൂടി, നിരാശയോടുകൂടി, എംബാരസ്ഡ് ആയിട്ടാണ് നീ ഇറങ്ങി വന്നത്. ഇറങ്ങി വന്നതുപോലെ നീ ആദ്യം കയറിപ്പോരുന്നുവെങ്കിൽ കയറിപ്പോയതുപോലെ നിനക്ക് ഇറങ്ങി വരാമായിരുന്നു. അപ്പോൾ നീ എങ്ങനെയാണ് കയറിപ്പോയത്? എനിക്കെല്ലാം അറിയാം, ഞാൻ പഠിച്ചു, അക്കാഡമിക് എക്സലൻസ് ഉണ്ട്, എല്ലാം കൊണ്ട് ഓൾറൗണ്ടറാണ്. ആ ഒരു ചിന്തയിൽ അവന് കയറിപ്പോയി. പക്ഷേ വലിയ സദസ്സിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവൻ നിരാശനായി. എന്താ പ്രിയപ്പെട്ടവരെ, അവൻ്റെ ബാഹ്യമായിട്ടുള്ള
അവൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ കടന്നു പോവുകയാണ്. എന്നാൽ ഒരു പൗലോസിനെ തീമോത്തി ഓർപ്പിക്കുന്ന പോലെ കേട്ട് പഠിച്ച് നിശ്ചയം പ്രാപിച്ച് നീ തികഞ്ഞവനായിട്ട് വേണം അടുത്തൊരാളിനെ ഇതിനു വേണ്ടി നിയോഗിക്കാൻ പറയാം. അപ്പോൾ എത്രമാത്രം ഗൗരവമുള്ളതാണ് ശുശ്രൂഷ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമാണ്. വളരെ പ്രാർത്ഥനയും വളരെ താഴ്മയും ഒക്കെ ഇതിൻ്റെ പുറകിൽ ആവശ്യമാണ്. മൂന്നാമായിട്ട് യാക്കോബ് ഓർപ്പിക്കുകയാണ്, കോപത്തിന് താമസമുള്ളവർ ആയിരിക്കണം. കോപം എല്ലാ മനുഷ്യരിലും കണ്ടുവരുന്ന ഒരു സ്വാഭാവികമായ വികാരമാണ്. അതൊരു ഇമോഷണൽ അനുഭവമാണ്. കോപമില്ലാത്ത ആരും തന്നെ ഇല്ല, നമ്മളെല്ലാവരും കോപിക്കുന്നവരാണ്. ദൈവവചനത്തിൽ നിരക്കാത്തതും പാപത്തിന് ഹേതുവാകുന്നതും വിശ്വാസത്തിന് കോട്ടം വരുന്നതും, അത് പഴയ വിശ്വാസിയായാലും പുതിയ വിശ്വാസിയായാലും തമ്മിൽ ഉണ്ടാകുന്ന ചെറിയ വിഷയങ്ങൾ, സഭയിൽ വിശ്വാസികളുടെയിൽ ഉപദേശ പ്രമാണങ്ങൾക്ക് നിരക്കാത്തതും തർക്കത്തിനും വാദത്തിനും ഇടയാകുന്ന കോപത്തിന് കാരണമായി തീരുന്ന അനുഭവങ്ങൾ, ഇങ്ങനെയുള്ള അനുഭവങ്ങൾ അന്തരീക്ഷത്തിൽ കടന്നു വരുമ്പോൾ, സഭാന്തരീക്ഷത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ വികാരം, നമ്മുടെ കോപം നാം പ്രകടിപ്പിക്കും. പെട്ടെന്ന് നാം പൊട്ടിത്തെറിക്കുവാനായിത്തീരും. ഇത് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് അല്ല യാക്കോബ് ഉദ്ദേശിക്കുന്നത്, മറിച്ച് സഭയിൽ ഉള്ള അന്തരീക്ഷമാണ്. അപ്പോൾ സഭാന്തരീക്ഷത്തിൽ എന്തെങ്കിലും കാണുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് കോപിക്കുവാൻ പാടില്ല എന്ന് യാക്കോബ് ഇവിടെ പറയുകയാണ്. അങ്ങനെ നിയന്ത്രിക്കാത്ത നിലയിൽ നാം കോപിഷ്ഠരായി തീരുകയാണെങ്കിൽ അവിടെ യാക്കോബ് പറയുന്നത് ഈ കോപം ദൈവത്തിൻ്റെ സന്നദ്ധയിൽ ശരിയല്ല, ദൈവത്തെ നീതിക്ക് നിരക്കുന്നത് അല്ല എന്ന് യാക്കോബ് പറയുകയാണ്. അപ്പോൾ തന്നെ പൗലോസ് തീമോത്തിയോസ് പറയുന്നുണ്ട്, നീ ശാസിക്കേണ്ട ആവശ്യമാണ്, പ്രബോധിപ്പിക്കേണ്ട ആവശ്യമാണ്. സഭാന്തരീക്ഷം വചനത്തിൽ നിരക്കാത്ത കാര്യങ്ങൾ കൊണ്ട് ആരാധനയുടെ സ്വഭാവരീതികൾ, സ്വഭാവങ്ങൾ, കൂട്ടായ്മകൾ, അതിൻ്റെ മഹത്വവും അതിൻ്റെ മാധുര്യവും നഷ്ടപ്പെട്ടാൻ പാടില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നീ ഗൗരവത്തോടെ ശാസിക്കേണ്ട ആവശ്യമായിരിക്കുന്നു, പ്രബോധനം പറയേണ്ട ആവശ്യമായിരിക്കുന്നു. പക്ഷെ ഇവിടെ ചെയ്യേണ്ടത് അതിൻ്റെ ആയിരിക്കുന്ന പരിജ്ഞാനത്തോടുകൂടി നാം ചെയ്യാം. വളരെ പക്വതയും പരിജ്ഞാനവും നമുക്ക് ആവശ്യമാണ്. ഇവിടെ വളരെ ശ്രദ്ധ നമുക്ക് ആവശ്യമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളരെ നോട്ടിയാണ്. സഭായോഗത്തിൽ വരുമ്പോൾ ചില കുഞ്ഞുങ്ങളൊക്കെ, ഇവിടെ കുഞ്ഞുങ്ങളില്ലാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റെ അറിയുന്നുകൂടാ. കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ പലപ്പോഴും അത് ഒത്തിരി നോട്ടിയായിരിക്കും, ആ ശബ്ദം ഉണ്ടാക്കി കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പ്രസംഗിക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം എവിടെയെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടായാൽ അവിടെ ആ ശ്രദ്ധ മാറിപ്പോകും. അവർക്ക് നന്നായിട്ടത് പ്രസംഗിക്കാൻ കഴിയുകയില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നാം ആ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് എടാ മിണ്ടിപ്പോരുത് എന്ന് പറയുമ്പോൾ അവനും വിഷമായിത്തീരും, കേൾക്കുന്നവർക്കും വിഷമായിത്തീരും, അവന് മാതാപിതാക്കളും വിഷമായിത്തീരും, മൊത്തത്തിലൊരു വിഷമായിത്തീരും. ഒന്ന്, അവൻ എടാന്ന് വിളിച്ചു, മിണ്ടിപ്പോരെന്ന് പറഞ്ഞു, അതൊരു വിഷമായിത്തീരും. അത് തന്നെ നമുക്ക് വേറെ രീതിയിൽ പറയാം, മോനെ മിണ്ടാതിരിക്കണം കേട്ടോ, അങ്ങനെയും പറയാം. അപ്പം ഇവിടെ എന്താണ് ആവശ്യമായിരിക്കുന്നത്? ശാന്തതയും പക്വതയും. അപ്പോൾ ഉപയോഗിക്കുന്ന ആ ഒരു ഭാഷയുടെ ആ ശബ്ദമാണ്, പ്രയോഗമാണ് പലപ്പോഴും അസ്വസ്ഥ ആയിത്തീരുന്നത്. ഇപ്പോൾ നമ്മുടെ പ്രതികരണങ്ങൾ എങ്ങനെയായിരിക്കുന്നു എന്നുള്ളതാണ്. സഭയിൽ ശാന്തതയും ആരാധനയ്ക്ക് തടസ്സമുണ്ടാകാത്ത എല്ലാം പോകേണ്ട ആവശ്യമായിരിക്കുന്നു. ഞാൻ ചിലപ്പോഴൊക്കെ ക്ലാസ്സിലൊക്കെ പറയാറുണ്ട്, ഒരു ചെടിക്ക് വെള്ളം ആവശ്യമാണ്. ഏതൊരു ചെടിക്ക് വെള്ളം ആവശ്യമാണ്. ഇപ്പോൾ വെള്ളം ഒഴിക്കേണ്ട രീതിയുണ്ട്. ഒരു ചെടിക്ക്, ചെറിയ ചെടിയാണ്, അതിൻ്റെ ചുവട്ടിൽ 2 ഇഞ്ചിൻ്റെ 3 ഇഞ്ചിൻ്റെ ഹോസ് വഴി വെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിത്തീരും? അത് മൂടോടെ പറഞ്ഞു പോകും. പക്ഷെ അതിന് വേണ്ടത് അല്പാൽപ്പം വെള്ളമാണ്. അപ്പോൾ ഇന്നുപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും വെള്ളം ആവശ്യമാണ്, പോഷകങ്ങൾ ആവശ്യമാണ്, പ്രബോധനങ്ങൾ ആവശ്യമാണ്, ശാസന ആവശ്യമാണ്. അതിൻ്റെ ആരോഗ്യ നിലവാരത്തിൽ ചെയ്യുമ്പോൾ അതാണ് യാക്കോബ് ഉദ്ദേശിക്കുന്നത്. കോപത്തിന് താമസമുള്ളവരായിരിക്കണം. ചില സന്ദർഭങ്ങളിൽ ഈ
ലോറികൾ, ഈ ഇന്ധനം കൊണ്ടുപോകുന്ന, ഈ പെട്രോൾ കൊണ്ടുപോകുന്ന വണ്ടികൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിലെഴുതി വെച്ചിട്ടുണ്ട് ഹൈലി എക്സ്പ്ലോസീവ് ഹാൻഡിൽ വിത്ത് കെയർ. വളരെ അപകടകാരിയാണ്, അപകടം നിറഞ്ഞതാണ്, പൊട്ടിത്തെറിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഹാൻഡിൽ വിത്ത് കെയർ. വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുകയും. ഇത് തന്നെയാണ് യാക്കോബ് ഉദ്ദേശിക്കുന്നത്. കോപത്തിന് താമസമുള്ളവരായിരിക്കണം. അതിൻ്റെ ആയിരിക്കുന്ന ഭവ്യതയോടുകൂടി ശാന്തതയോടുകൂടി ചെയ്യണമെന്നാണ്. ഇപ്പം കോപം ഒരിക്കലും ദൈവത്തിൻ്റെ നീതിയെ നിവർത്തിക്കുന്നില്ല. അതല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. ശാന്തതയോടുകൂടിയും പതുക്കെ അത് നല്ല നിലവാരത്തിൽ അവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യണം, സഭാന്തരം ചെയ്യണം എന്നാണ് പറയുന്നത്. ഈ യഹൂദന്മാരുടെ പിതാക്കന്മാരുടെ ഇടയിൽ ഒരു പറച്ചിലുണ്ട്. 4 വിധത്തിലുള്ള പണ്ഡിതന്മാരുണ്ട് എന്നാണ് യഹൂദ പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ക്വിക്ക് ടു ഹിയർ ആൻഡ് ക്വിക്ക് ടു ഫോർഗെറ്റ്. അതായത് പെട്ടെന്ന് കേൾക്കുകയും പെട്ടെന്ന് മറക്കുകയും ചെയ്യുന്നവർ. കേൾക്കുന്നു, ഉടനെ തന്നെ അവർ മറന്നുപോകും. അവരെക്കുറിച്ച് പറയുന്നത് ഹിസ് ഗെയിൻ ഈസ് ക്യാൻസൽഡ് ബൈ ഹിസ് ലോസ്. അവൻ്റെ നേട്ടം നഷ്ടത്താൽ ഇല്ലാതായിത്തീർന്നു. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സ്ലോ ടു ഹിയർ ആൻഡ് സ്ലോ ടു ഫോർഗെറ്റ്. കേൾക്കാൻ താമസമുള്ളവരും മറക്കാനും താമസമുള്ളവരാണ്. അവരെക്കുറിച്ച് പറയുന്നത് ഹിസ് ലോസ് ഈസ് ക്യാൻസൽഡ് ബൈ ഹിസ് ഗെയിൻ. അവൻ്റെ നഷ്ടം അവൻ്റെ നേട്ടത്താൽ ഇല്ലാതായിത്തീർന്നു. മൂന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ക്വിക്ക് ടു ഹിയർ ആൻഡ് സ്ലോ ടു ഫോർഗെറ്റ്. പെട്ടെന്ന് കേൾക്കുന്നു, താമസിച്ച് മറക്കുന്നു. വളരെ ശ്രദ്ധിച്ചവൻ എല്ലാം കേൾക്കുന്നു, താമസിച്ച് മറക്കുന്നു. അവർ പരീക്ഷ എഴുതിയാൽ 100 മാർക്ക് തന്നെ കിട്ടും. കാരണം പഠിച്ചതെല്ലാം അവൻ്റെ മനസ്സിൽ. നാലാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സ്ലോ ടു ഹിയർ ആൻഡ് ക്വിക്ക് ടു ഫോർഗെറ്റ്. അതായത് പതുക്കെ താമസിച്ചേ കേൾക്കത്തുള്ളൂ, പെട്ടെന്ന് അവന് മറക്കുകയും ചെയ്യും. അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നിർഭാഗ്യവാനെന്നാണ്. കാരണം ഒന്നും അവൻ്റെ മനസ്സിൽ ഇല്ല. വിശ്വാസികളോട് യാക്കോബ് പറയുന്നത് എന്താണ്? നിങ്ങൾ കേൾപ്പാൻ വേഗതയുള്ളവരും പറയുവാൻ താമസമുള്ളവരും കോപത്തിന് താമസമുള്ളവരും ആയിരിക്കും. പറയുമ്പോൾ സഭാന്തരീക്ഷത്തിൽ നിങ്ങൾ കടന്നു വരുമ്പോൾ വചനം കേൾക്കുവാനും പഠിക്കുവാനും ഫാസ്റ്റായിരിക്കണം. വേഗത്തിൽ തിരുവഴുത്തുകളെ പറ്റി, ഉപദേശങ്ങളെപ്പറ്റി അറിയണം, പഠിക്കണം. ശിശുവായി തുടരാൻ പാടില്ല, വളർച്ച പ്രാപിക്കണം. അപ്പോൾ തന്നെ പറയുവാനായിട്ട് താമസം ഉള്ളവരായിരിക്കണം. മൂന്നാമത് കോപിപ്പാനായിട്ട് താമസമുള്ളവരായിരിക്കണം. വേഗത്തിൽ അങ്ങനെ കോപിഷ്ഠരായി തീരാൻ പാടില്ല. ഇത് നമ്മൾക്ക് തിയോളജിക്കലായിട്ടും പ്രാക്ടിക്കലായിട്ടും പാലിക്കാൻ പറ്റുന്ന 2 ഉപദേശങ്ങളാണ്. യാക്കോബ് പറയുമ്പോൾ തിയോളജിക്കലാണ്, ബിബ്ലിക്കലാണ്. അതുതന്നെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റും. അതായത് ആരെങ്കിലും സംസാരിക്കുമ്പോൾ ശ്രദ്ധയോടെ കേട്ടിരിക്കുക. ആവശ്യമില്ലാത്ത വാക്കുകൾ, ആവശ്യമില്ലാതെ സംസാരം പാടില്ല, ഒഴിവാക്കുക. കോപിക്കാതെ നമ്മെ തന്നെ, നമ്മുടെ ഇമോഷനെ കാത്തു സൂക്ഷിക്കുക. അത് പ്രായോഗിക ജീവിതത്തിൽ ഏറ്റവും പ്രയോജനപ്പെടുന്നതായിരിക്കുന്ന 3 തത്വങ്ങളാണ്, 3 പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസാണ് യാക്കോബ് നൽകുന്നത്. അത് ബിബ്ലിക്കലായിട്ടും പ്രാക്ടിക്കലായിട്ടും നമുക്ക് വളരെ പ്രയോജനം ചെയ്യുന്നവയാണ്. ഇനി 21, 22 ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ വായിക്കുന്നുണ്ട്, ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവീൻ. എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്യുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പിക്കും. 21, 22 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ആകയാൽ എന്നിവർ തുടങ്ങുമ്പോൾ നിങ്ങൾ ആദ്യഫലമായതുകൊണ്ട്, ദൈവത്തിൻ്റെ ആദ്യഫലമായതുകൊണ്ടും ദൈവവചനം നിങ്ങളിൽ നട്ടിരിക്കുന്നത് കൊണ്ടും ചില പ്രത്യേകത നിങ്ങളിൽ പ്രകടമായി വരണം എന്ന് പറയുക. എല്ലാ അഴുക്കും എല്ലാ ദുഷ്ടതയും എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ ആദ്യഫലമാണ്. ദൈവവചനം നിങ്ങൾ നട്ടിരിക്കുന്നു. അതുകൊണ്ട് എല്ലാ അഴുക്കും എല്ലാ ദുഷ്ടതയും
മാറ്റിക്കളയും. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ 5:19 വായിക്കുമ്പോൾ ജഡത്തിൻ്റെ ഇഷ്ടത്തെപ്പറ്റി പറയുന്നുണ്ട്. ജഡത്തിൻ്റെ ഇഷ്ടത്തെപ്പറ്റി പറയുന്നു. അതിനകത്ത് 15 കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ യാക്കോബ് പറയുമ്പോൾ അഴുക്കും ദുഷ്ടതയെപ്പറ്റി പറയുമ്പോൾ നമുക്ക് ഗലാത്യർ 5:19 കടന്നു ചെന്നിട്ട് ആ കൂട്ടത്തിൽ ഏതെങ്കിലും ആ പൗലോസ് പറയുന്ന ആ ജഡത്തിൻ്റെ ഇഷ്ടങ്ങളിൽ എന്തെങ്കിലും ഈ യാക്കോബ് പറയുന്നതിനകത്ത് അഴുക്കും ദുഷ്ടതയുമായിട്ട് ഉണ്ട് എന്ന് നമുക്ക് ബോധ്യമാകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിനോട് വിട പറയണം, അതിനെ ഉപേക്ഷിക്കണം. ഇത്തരം ദുശീലങ്ങളെ നാം ഉപേക്ഷിക്കണം എന്നാണ് ഇവിടുത്തെ യാക്കോബ് പറയുന്ന ഉപദേശം. അപ്പോൾ നാം സാവാസ്യപരം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബോധ്യമാകും ചില അഴുക്കുകൾ, ചില മാലിന്യങ്ങൾ, ചില ദുഷ്ടതകൾ ദൈവനെ വീക്ഷിക്കുമ്പോൾ അത് ഉപേക്ഷിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ട് എന്ന് ബോധ്യമാവുകയാണെങ്കിൽ നാം അതിനോട് എന്നേക്കുമായി വിട പറയേണ്ടത് ആവശ്യമാണ്. നമുക്ക് നന്നായിട്ടറിയാം, കറയും തുരുമ്പും കരിമ്പനും പിടിച്ച വസ്ത്രങ്ങൾ നാം ഉപയോഗിക്കാതെ മാറ്റിവെക്കാറുണ്ട്. അതാരും നമ്മെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, അത് യോഗ്യമല്ല, അത് ഇട്ടുകൊണ്ട് പ്രത്യക്ഷപ്പെടുവാനായിട്ട് പാടില്ല എന്ന് നമുക്കറിയാവുന്നതുകൊണ്ട് അത്തരം കറ പിടിച്ച വസ്ത്രങ്ങൾ നമ്മൾ ഉപേക്ഷിക്കാറുണ്ട്, മാറ്റിവെക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അഴുക്കും കറകളും ഉണ്ട് എന്ന് ബോധ്യമാകുന്നുണ്ടെങ്കിൽ അതിനെ ഉപേക്ഷിക്കട്ടെ എന്ന് യാക്കോബ് പറയുകയാണ്. അതായത് നമ്മളിൽ നട്ടതായിരിക്കുന്ന വചനം വളരുവാനായിട്ടുള്ള സാഹചര്യം ആരുണ്ടാക്കി കൊടുക്കണം? നാം തന്നെ ഉണ്ടാക്കി കൊടുക്കണം. ഈ വചനം വളരണം, വളർച്ച പ്രാപിക്കണം. അതിനുള്ള പറ്റിയ അന്തരീക്ഷം നാം സൃഷ്ടിച്ചു കൊടുക്കേണ്ട ആവശ്യമാണ്. വചനം നമ്മുടെ ജഡത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നതായിരിക്കണം. വചനമാണ് നമ്മെ ശുദ്ധീകരിച്ച് നമ്മുടെ ജഡത്തെ അത് സൂക്ഷിച്ചുകൊണ്ട് പോകേണ്ടത്. അപ്പോൾ തന്നെ വചനം നമ്മുടെ ആത്മാവിനെ രക്ഷിക്കുന്നതാകും. ഈ വചനമാണ് നമ്മുടെ ആത്മീയ മനുഷ്യനെ വളരുവാനായിട്ടിടയായിത്തീരുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ, നമുക്ക് ഒരു ഡാമേജ് ഉണ്ടാകാതെ നാം നമ്മെ തന്നെ സൂക്ഷിക്കണം. മലിനപ്പെട്ടു പോകാതെ, ഉടഞ്ഞു പോകാതെ, തകർന്നു പോകാതെ, ഡാമേജ് ഉണ്ടാകാതെ നാം നമ്മെ തന്നെ സൂക്ഷിക്കട്ടെ എന്ന് യാക്കോബ് പറയുകയാണ്. അപ്പോൾ ദൈവവചനം എന്ത് ചെയ്യുന്നു? നമ്മെ ഒന്ന് റിപ്പയർ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. ദൈവം നമ്മെ റിപ്പയർ ചെയ്തായിരിക്കണം. ഏതൊക്കെ മേഖലകളിൽ എനിക്ക് മാറ്റങ്ങൾ വേണമെന്ന് നാം ഓരോരുത്തരുമാണ് ചിന്തിക്കേണ്ടത്. വേറെ ആരും നമ്മൾ ഉപദേശിക്കേണ്ട ആവശ്യമില്ല. ദൈവം അതിന് സത്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ബോധ്യമാകും ഈ മേഖലകളിൽ എനിക്ക് മാറ്റങ്ങൾ ആവശ്യമാണ്. ആ മാറ്റങ്ങൾ ആവശ്യമാണ് എന്ന് ബോധ്യമാകുമ്പോൾ ഈ വചനം നമ്മെ റിപ്പയർ ചെയ്യുവാനായിട്ട് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കണം. റിപ്പയർ ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിച്ച് മുമ്പോട്ട് പോകേണ്ടതായിത്തീരണം. 22-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, വചനം കേട്ടാൽ മാത്രം പോരാ, അതിനനുസരിച്ച് നമ്മുടെ സ്വഭാവ രീതികൾ മാറ്റത്തിന്, തിരുത്തലിന് വിധേയമാക്കും. അതാണ് യാക്കോബ് പറയുന്നത് 22-ാം വാക്യത്തിൽ, എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പിൻ. അപ്പോൾ നാം വചനം കേൾക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, ശരിയാണെന്ന് ബോധ്യമായി അനുസരിക്കുന്നില്ല എങ്കിൽ, അതനുസരിച്ച് ജീവിതത്തെ നാം പണിതെടുക്കുന്നില്ല എങ്കിൽ നാം ആരത്തിനെ വഞ്ചിക്കുകയാണ്. വചനം പ്രസംഗിച്ച ആളിനെ അല്ല, വചനം കേട്ട് നമ്മെ തന്നെ വഞ്ചിക്കും. ദേവദാസന്മാരെ ആരും വഞ്ചിക്കാൻ പറ്റത്തില്ല. അവരുടെ കടമകൾ അവർ നിർവഹിക്കുന്നു. നാം കേട്ടു മനസ്സിലാക്കി ഇതാണ് ശരിയെന്ന് മനസ്സിലാകുമ്പോൾ അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുക. അല്ല എങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നതായി തീരുകയാണ്. നാം കേവലം ദൈവവചനത്തിൽ കൂടി കടന്നു പോവുകയല്ല വേണ്ടത്, മറിച്ച് ദൈവവചനം നമ്മളിൽ കൂടി കടന്നു പോകാൻ നമ്മെ വിധേയപ്പെടുത്തി കൊടുക്കും. പലപ്പോഴും വി ആർ ഗോയിങ് ത്രൂ ദ ബൈബിൾ. നാം എല്ലാവരും ദൈവവചനത്തിൽ കൂടി കടന്നു പോകുന്നവരാണ്. പക്ഷേ ദൈവവചനം നമ്മൾ കൂടി കടന്നു പോകാനായിട്ട് നാം അനുവദിച്ചു കൊടുക്കണം. അതിന് സമയം കണ്ടെത്തി ശാന്തമായി ധ്യാനിച്ച് പഠിച്ച് വളരേണ്ടത് ആവശ്യമാണ്. ലോകത്തിൽ ധാരാളം ആൾക്കാർ ബൈബിൾ വായിക്കാറുണ്ട്. ഉന്നതന്മാരായിരിക്കുന്ന
പണ്ഡിതന്മാരായിരിക്കുന്നവരൊക്കെ ദൈവവചനം വായിക്കുന്നവരാണ്. അവരുടെ പല ഐഡിയോളജിയും പല ഡെവലപ്മെൻറ്റ്സ് എല്ലാം അതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്ന ബൈബിളാണ്. അവരെയൊക്കെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവവചനം എന്ന് പഠിച്ചു വരുമ്പോൾ നമുക്ക് ശക്തമായ ചില മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. ഒരു വിശ്വാസിക്ക് അവൻ്റെ ആത്മീയ ജീവിതത്തെ കെട്ടിപ്പടുക്കുവാനായിട്ട് ശക്തമായ ചില മുന്നറിയിപ്പുകളും ചില കൽപ്പനകളും ചില പ്രമാണങ്ങളും നമ്മൾ നൽകിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളിലേക്ക് പറയാൻ കഴിയുമെങ്കിൽ തന്നെയും സമയച്ചൊരുക്കം കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്നാൽ ചില കാര്യങ്ങൾ ഓർപ്പിക്കാം. ദൈവവചനം നമ്മെ ശക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ സഭായോഗങ്ങളെ ഉപേക്ഷയായി കാണും. ദൈവം ആ കാര്യത്തെ സീരിയസാണ്. ഒരു കാരണവശാലും സഭായോഗങ്ങളെ ഉപേക്ഷയായി കാണും. കാരണം നമ്മെ വിളിച്ച് വേദനിച്ചിരിക്കുന്നത് ഈ കൃപയിലേക്കാണ്. കൂട്ടായ്മ ആവശ്യമാണ്. ദൈവത്തുള്ളാലിക്ക് സ്നേഹം ആവശ്യമാണ്. ദൈവത്തുള്ളാലിക്കുന്ന ഭക്തി ആവശ്യമാണ്. നമുക്ക് വളരുവാനുള്ള നല്ല അന്തരീക്ഷമല്ല ഒരുക്കി തരുന്നത് നമ്മുടെ കൂടിവരവുകളും കൂട്ടായ്മകളാണ്. അതിനെ ഒരു കാരണവശാലും ഉപേക്ഷയായി കാണരുത് എന്ന് ശക്തമായ ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വീണ്ടും നമുക്ക് കൊരിന്ത്യലേഖനത്തിൽ കടന്നു വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ശക്തമായി പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യും. കർത്തൃമേശയെ പറ്റി പറയുമ്പോൾ അത് ശക്തമായ ഭാഷയിലാണ് പറയുന്നത്. ഞാൻ വരുവോളം നിങ്ങളെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. ഇതിൽ നിന്ന് മാറിയിരിക്കുവാനായിട്ട് ഒരു വിശ്വാസിക്ക് പറ്റുന്നതല്ല. ഞാൻ വരുവോളം ഇത് ചെയ്യുവീൻ എന്ന് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ തന്നെ വേറൊരു ഭാഗത്ത് ശക്തമായി പറയുന്നുണ്ട്. നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കും. ഇത് നമ്മുടെ കൽപ്പനയാണ്, പ്രമാണമാണ്, സഭയെ ഏൽപ്പിച്ചിരിക്കുന്ന കടമയാണ്. അതുകൊണ്ട് ഓരോ വിശ്വാസിയുടെ കടമയാണ് ഇത് പങ്കാളിത്തം വഹിക്കുക എന്നുള്ളത്. ചിലർക്ക് അതിനകത്ത് പ്രസംഗിക്കുവാൻ കഴിവുണ്ട്, ചിലർക്ക് സഹായിക്കാൻ കഴിയും, ചിലരുടെ സാന്നിധ്യം ആവശ്യമാണ്. ഒരു സഭയിലുള്ള സകല വിശ്വാസികളും സുവിശേഷീകരണത്തിൽ പങ്കാളിത്തം വഹിക്കുന്നവരാണ്. എല്ലാവരും പ്രസംഗരായിരിക്കുകയില്ല. എന്നാൽ പല നിലകളിൽ പുറയിൽ നിന്നുകൊണ്ട് സഹായിക്കുവാൻ പറ്റും. ഇതൊരു കാരണവശാലും ഉപേക്ഷയായി വിചാരിക്കാനായിട്ട് പാടുള്ളതല്ല. അപ്പോൾ തന്നെ പൗലോസ് അപ്പോസ്തലൻ വേറൊരു ഭാഗത്ത് ശക്തമായ ഭാഷയിൽ പറയുന്നുണ്ട്. അവിശ്വാസികളുമായിട്ട് ഇണയില്ലാപ്പിണ കൂടരുത്. ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും, പക്ഷേ ചുരുക്കമായിട്ട് ഞാൻ പറഞ്ഞുള്ളൂ. ഒരു കാരണവശാലും ഒരു വിശ്വാസി അവിശ്വാസിയുമായിട്ട് ഇണയില്ലാപ്പിണ കൂടാൻ പാടില്ല. എന്ന് വെച്ചാൽ ഒരു രക്ഷിക്കപ്പെട്ട ദൈവവേദന അവിശ്വാസിയുമായിട്ടുള്ള വിവാഹം പാടില്ല എന്നാണ് അവിടെ പറയുന്നത്. ഇതൊക്കെ നാം ശ്രദ്ധിക്കേണ്ടായിരിക്കുന്ന വിഷയങ്ങളാണ്. അത് വളരെ അപകടം ചെയ്തായിരിക്കേണ്ട വിഷയങ്ങളാണ് എന്ന് പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾ കേൾക്കുക മാത്രമല്ല, നിങ്ങൾ അത് എന്ത് ചെയ്യണം? നിങ്ങളെ തന്നെ ചതിക്കാതെ അത് അനുസരിക്കുന്നവരായി തീരുവേ എന്ന് ഇവിടെ പറയുകയാണ്. 2ാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് യൂറോപ്യൻ സഭകളെല്ലാം ഉണർന്നു. യുദ്ധം കഴിഞ്ഞ ശേഷം അവിടെ സഭകളിൽ അംഗസംഖ്യ കൂടി, മിഷൻ പ്രവർത്തനങ്ങൾ കൂടി, ധാരാളം മിഷന്മാരെ അയച്ചു, സുവിശേഷത്തിൽ വലിയ ശക്തമായ പങ്കാളിത്തം വഹിച്ചു. വലിയ ഉണർവാണ് 2ാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഉണ്ടായത്. എന്നാൽ ഗ്രാജുവലി എന്ത് ചെയ്യുന്നു? സഭയിൽ എണ്ണം കുറഞ്ഞു. അധാർമികത്വവും മദ്യപാനവും വിവാഹമോചനവും എന്നുവേണ്ട സകല പാപങ്ങളും സഭയിൽ കടന്നു വന്നു. വിശ്വാസി എണ്ണം കുറഞ്ഞു. സഭകൾ പൂട്ടിത്തുടങ്ങി, സഭകൾ വിറ്റും തുടങ്ങി. ദൈവത്തിലായിരിക്കുന്ന ആ സ്നേഹവും ഭക്തിയും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ദൈവം നമ്മെ വിളിച്ചറിയിക്കുന്ന സംഭവമുണ്ട്. യെശയ്യാപ്രവചനം 1:3 അപ്രകാരം വായിക്കുന്നുണ്ട്. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാൻ്റെ പുൽത്തൊട്ടിയും അറിയുന്നു. ഇസ്രായേലോ അറിയുന്നില്ല, എൻ്റെ ജനം ഗ്രഹിക്കുന്നില്ല. അവയെല്ലാം അതിൻ്റെ സ്ഥലങ്ങളെപ്പറ്റി അറിയുന്നുണ്ട്, എൻ്റെ ജനമോ എന്നെ അറിയുന്നു. ദൈവത്തെ ആഴമായി അറിഞ്ഞവർ അനേകർ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അവരിത് പിന്മാറിപ്പോവുകയാണ്. ഇന്ന് സഭകളിൽ വളരെ എണ്ണങ്ങൾ കുറവാണ്. വേർപെട്ട സഭകളിൽ തന്നെ എണ്ണം കുറവാണ്. എൻ്റെ ജനമോ എന്നെ അറിയുന്നില്ല എന്ന് യെശയ്യാപ്രവാചകൻ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആവശ്യമായിരിക്കുന്നത് ദൈവവചനത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ്. നമ്മെ നിലനിർത്തിയിരിക്കുന്ന ദൈവവചനമാണ്, നമ്മെ വീണ്ടെടുത്ത ദൈവവചനമാണ്, നമ്മുടെ സർവസ്വവും ദൈവവചനമാണ്, നമ്മെ ഉയർത്തുന്നതും എല്ലാം ദൈവവചനമാണ്.
നമുക്ക് ആവശ്യമായിരിക്കുന്നത് ദൈവവചനത്തിലോട്ട് മടങ്ങി വരിക എന്നുള്ളതാണ്. കേവലം കേൾക്കുക മാത്രമല്ല, കേട്ട് അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണമെന്ന് യാക്കോബ് ഓർപ്പിക്കുക. 23, 24, 25 ഭാഗങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പറയുന്നത്, ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു. എന്നിട്ട് ചില കാര്യങ്ങൾ പറയുക. പുരാതന കാലത്ത് കണ്ണാടി എന്ന് പറയുന്നത് ഇന്നത്തെ കണ്ണാടിയല്ല. 16-ാം നൂറ്റാണ്ടിന് ശേഷമാണ് ഇന്ന് നാം ഉപയോഗിക്കുന്ന കണ്ണാടികളുണ്ടായത്. അതിനു മുമ്പ് മെറ്റലുകൾ ഉണ്ടായിരിക്കുന്ന മെറ്റൽ കണ്ണാടികളായിരുന്നു. മിനുക്കി എടുത്ത പിച്ചളയുടെയും വെങ്കലത്തിൻ്റെയും ആ ഒരു പ്ലേറ്റായിരുന്നു അവർ കണ്ണാടിക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ആ കണ്ണാടി പ്രകാശത്തിൽ പിടിച്ചു കഴിയുമ്പോൾ അവരുടെ മുഖം നന്നായിട്ട് തെളിഞ്ഞു വരും. അതായിരുന്നു അവരുടെ കണ്ണാടി എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ കണ്ണാടി നമുക്ക് ഒത്തിരി ക്ലാരിറ്റി ഉണ്ട്, നമുക്ക് പെട്ടെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ആ ഒരു മെറ്റലിലും ഉണ്ടാക്കിയ കണ്ണാടിയിലായിരുന്നു അവർ അന്ന് മുഖം നോക്കിയിരുന്നത്. യാക്കോബ് ഇവിടെ വിശ്വാസികൾ പറയുകയാണ്, വചനം കേട്ട ശേഷം, ഉപദേശങ്ങളെപ്പറ്റി പഠിച്ച ശേഷം, നന്നായിട്ട് അറിഞ്ഞ ശേഷം ജീവിതത്തെ ക്രമീകരിക്കാത്ത വ്യക്തി എന്തിനോട് താരതമ്യച്ചിരിക്കുകയാണ്? കണ്ണാടിയിൽ അവൻ്റെ മുഖം നോക്കുന്നത് പോലെയാണ്. എന്നിട്ട് എന്താ പറയുന്നത്? അവൻ തന്നെത്താൻ കണ്ടു പുറപ്പെട്ടു, താൻ ഇന്ന രൂപമായിരുന്നുവെന്ന് ഉടനെ മറന്നു. ശരിയായി കണ്ടു, ഇതാണ് എൻ്റെ മുഖം എന്ന് കണ്ടു, അറിഞ്ഞു. പക്ഷെ എന്ത് ചെയ്തു? പെട്ടെന്ന് അവനങ്ങ് മറന്നുപോയി, അവഗണിച്ചു. എല്ലാ ദിവസവും രാവിലെ എന്ന് മുഖം നോക്കുന്നു, പിന്നെന്ത് ചെയ്യുന്നു? മറന്നുപോകുന്നു. കാണുന്നുണ്ട്, പക്ഷെ ഒരു മാറ്റവും. കണ്ണാടി എന്തൊക്കെയാണ് അമ്മയെ പഠിപ്പിക്കുന്നത്? ഇന്ന് ഉപയോഗിക്കുന്ന കണ്ണാടി എന്തൊക്കെയാണ് അമ്മയെ പഠിപ്പിക്കുന്നത്? നിന്റെ മുഖം നീ കഴുകിയേ പറ്റും. ചെളിയുണ്ട്, മുഖം കഴുകണം. ഷേവ് ചെയ്യാൻ സമയമായിരിക്കുന്നു, ഷേവ് ചെയ്യണം. മുടി വെട്ടാൻ സമയമായിരിക്കുന്നു, അത് വെട്ടിക്കോണം. താടി ട്രിം ചെയ്യേണ്ട സമയമായി, ട്രിം ചെയ്യണം. മുടി നന്നായി ചീവി വെക്കണം. മുഖത്ത് അവളുടെയൊക്കെ ഇത്തിരി കുരുക്കളൊക്കെ ഉണ്ട്, അത് വൃത്തിയാക്കണം. ഇതെല്ലാം നമ്മോട് എന്ത് പറയാണ്? കണ്ണാടി പറയാം. ഇതെല്ലാം നമ്മോട് സംസാരിച്ചു, ഇതെല്ലാം ബോധ്യമായി. പക്ഷെ എന്ത് ചെയ്യുന്നു? നാം അത് അനുസരിക്കുന്നില്ല. നാം നമ്മുടെ വഴിക്ക് പോയി, മറന്നുപോയി. അതുപോലെ തന്നെ യാക്കോബ് പറയുന്നത്, ദൈവം നിങ്ങൾ അറിഞ്ഞു, പഠിച്ചു, കണ്ടു, കേട്ടു, മനസ്സിലായി, പക്ഷെ കണ്ണാടി നോക്കിയിട്ട് മറന്നു പോകുന്നതിനെ പോലെയാണ് നിങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത്. എത്രയോ വളരെ രസകരമായ ഒരു അവതരണമാണ് യാക്കോബ് നടത്തുന്നത്. പ്രിയപ്പെട്ടവരെ, കണ്ണാടി ചില സത്യങ്ങൾ, ചില യാഥാർത്ഥ്യങ്ങൾ ഉള്ളതുപോലെ നമ്മെ പഠിപ്പിച്ചിട്ടും അത് ബോധ്യമായിട്ടും കണ്ടു മനസ്സിലാക്കിയിട്ടും ചെയ്യുന്നില്ല എങ്കിൽ അയ്യോ കഷ്ടം എന്നാണ് ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ കണ്ണാടി നമ്മെ പഠിപ്പിക്കുന്നതനുസരിച്ച് എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനായിട്ട്, തിരിച്ചു പോകാനായിട്ട് അത് തയ്യാറാകണം എന്നാണ് യാക്കോബ് പറയുന്നത്. അവർ കണ്ടു, ബോധ്യമായി, മറന്നു കളഞ്ഞു, പക്ഷെ ഒന്നും ചെയ്യുന്നില്ല. പ്രിയപ്പെട്ടവരെ, ദൈവവചനം നമ്മുടെ സ്വഭാവത്തെപ്പറ്റി നമുക്ക് ബോധ്യം നൽകുകയാണ്. മാറ്റങ്ങൾ വരുത്തേണ്ടത് ആരാണ്? നാം ഓരോരുത്തരുമാണ്. ദൈവവചനത്തിന് ഇത്രയും ചെയ്യാൻ പറ്റുകയുള്ളൂ. ഒരു കണ്ണാടി എങ്ങനെയാണ് നമ്മുടെ തനി അവസ്ഥയെപ്പറ്റി നമ്മോട് പറയുന്നത്, അതേമാതിരി തന്നെ ദൈവവചനം നമ്മോട് സംസാരിക്കുന്നു. ഇന്ന ഏരിയയിൽ മാറ്റങ്ങൾ വളർച്ച ആവശ്യമായിരിക്കുന്നു എന്ന് ബോധ്യമായിട്ടും അത് ചെയ്യുന്നില്ല എങ്കിൽ അതിൻ്റെ ഉത്തരവാദി നാം തന്നെയാണ്. അപ്പോൾ എന്തിനാണ് ദൈവവചനം കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്? എന്തിനാണ് പ്രസംഗങ്ങൾ കേൾക്കുന്നത്? എന്തിനാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്? നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ 25-ാം വാക്യത്തിൽ കടന്നു വരുമ്പോൾ, സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ട് മറക്കുന്നില്ല. അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ സത്യങ്ങൾ ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവൻ എന്ത് ചെയ്യുന്നു? മറക്കുന്നില്ല. അല്ലാത്തവർ
മറന്നുപോകും. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നൊരു വാക്കെന്ന് പറയുന്നത് സ്റ്റൂപ്പ് ഡൗൺ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഇൻ ഓർഡർ ടു ഹാവ് എ ഗുഡ് ലുക്ക് വി ഹാവ് ടു സ്റ്റൂപ്പ് ഡൗൺ. നല്ലപോലെ കാണണമെന്നുണ്ടെങ്കിൽ കുനിഞ്ഞ് നോക്കണം. ന്യായപ്രമാണത്തെ ഉറ്റു നോക്കുന്ന നോ സ്റ്റൂപ്പിൻ ഡൗൺ, കുനിഞ്ഞ് നോക്കുന്ന ഒരാൾ. ഈ ഒരു ക്രിയ, ഈ ഒരു വെർബ് ഉപയോഗിച്ചിരിക്കുന്നത് ലൂക്കോസ് സുവിശേഷം 24:12 ഉപയോഗിക്കുന്നുണ്ട്. യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം പത്രോസ് കല്ലറയിൽ ചെന്നിട്ട് കുനിഞ്ഞു നോക്കി എന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കല്ലറ എന്ന് പറയുമ്പോൾ ഇന്ന് നാം കാണുന്ന കല്ലറ മാതിരിയല്ല, വലിയ ഗുഹയെ പോലൊക്കെ അതിനകത്ത് വെട്ടിയെടുത്ത അത് പ്രവേശനമുണ്ട്. അതിനകത്ത് ചെന്നിട്ട് പല പല അറകളാണ്. അതിനകത്ത് ഇറങ്ങി കുനിഞ്ഞു നോക്കി, പത്രോസ് കുനിഞ്ഞു നോക്കി. എന്തിനു വേണ്ടിയാ? കർത്താവ് അതിനകത്ത് വെച്ച സ്ഥലത്ത് ഉണ്ടോ എന്ന് അവൻ പതുക്കെ കുനിഞ്ഞു നോക്കി എന്നാണ് പറയുന്നത്. അതേ ഭാഷ തന്നെയാണ് യാക്കോബ് ഉപയോഗിക്കുന്നത്. ന്യായപ്രമാണത്തെ കുനിഞ്ഞു നോക്കുന്നവൻ, കുനിഞ്ഞു നോക്കി മനസ്സിലാക്കുന്നവൻ എന്ത് ചെയ്യുന്നു? മറക്കുന്നില്ല. അവൻ അതിനകത്ത് നിലനിൽക്കുന്നു, മനസ്സിലാക്കുന്നു എന്നാണ് പറയാണ്. അപ്പോൾ ന്യായപ്രമാണത്തിലെ ദൈവവചനത്തിലെ സത്യങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? പത്രോസ് യേശുവിൻ്റെ കല്ലറയിൽ അവനുണ്ടോ എന്നറിയാൻ വേണ്ടി കുനിഞ്ഞു നോക്കിയത് മാതിരി നാം അല്പം താണിറങ്ങിച്ചെന്ന് അത് വായിച്ച് പഠിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർ മറക്കുന്നില്ല, അതവരുടെ ജീവിതത്തിൽ എന്നും നിലനിൽക്കുന്നതായിത്തീരും. യോശുവയുടെ പുസ്തകം 1:8 വായിക്കുന്നുണ്ട്, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോരുത്, അതിൽ എഴുതിയിരിക്കുന്ന പോലൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അധ്വാനിച്ചുകൊണ്ടിരിക്കണം, എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ പ്രമാണം എന്താ പഠിപ്പിക്കുന്നത്? രാവും പകലും എന്ത് ചെയ്യണം? അത് വായിച്ചുകൊണ്ടിരിക്കും, ധ്യാനിച്ചുകൊണ്ടിരിക്കും, നീ കൃതാർത്ഥനായിരിക്കും, ഒരിക്കൽ ദുഃഖിക്കേണ്ട വരികയില്ല. പ്രിയ ദൈവജനമേ, ദൈവവചനത്തോടായിരിക്കുന്ന സ്നേഹവും ഭക്തിയും നാം മുറുകെ പിടിക്കുന്നുവെങ്കിൽ, അതിൻ്റെ പ്രമാണത്തിനനുസരിച്ച് നിൽക്കുന്നുവെങ്കിൽ നാം ഒരിക്കൽ ലജ്ജിതരായിത്തീരുകയില്ല, നീ കൃതാർത്ഥനായിത്തീരും എന്ന് പറയുകയാണ്. അതായത് ഒരു വിശ്വാസി ന്യായപ്രമാണത്തിനനുസരിച്ച്, ദൈവീയ പ്രമാണത്തിനനുസരിച്ച് ജീവിക്കുക, ജീവിതത്തെ ക്രമീകരിക്കുക. ഇതാണ് യാക്കോബ് ഉദ്ദേശിക്കുന്നത്. അവസാനമായിട്ട് 26-27 വാക്യങ്ങൾ കടന്നു വരുമ്പോൾ 2 വാക്യങ്ങളിൽ 2 തരം ഭക്തന്മാരെ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. 26-27 വാക്യങ്ങൾ. നിങ്ങൾ ഒരുവൻ തൻ്റെ നാവിന് കടിഞ്ഞാണിടാതെ തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ. പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ നിന്ന് കാണുന്നതും ലോകത്തോളം കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതും ആകും. 26-27 വാക്യം കടന്നു വരുമ്പോൾ ഈ 2 വാക്യങ്ങളിൽ 2 ഭക്തന്മാരെ പറ്റി യാക്കോബ് ചൂണ്ടിക്കാണിക്കാം. ഒന്ന്, ബാഹ്യമായി ഭക്തി പ്രകടിപ്പിക്കുന്ന ഒരു കൂട്ടർ. ഇവർ സഭയുടെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും, പള്ളിയുടെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും, ചടങ്ങുകളിലെല്ലാം പങ്കെടുക്കും, സഭയുടെ ആയിരിക്കുന്ന അല്ലെങ്കിൽ പള്ളിയുടെ ആയിരിക്കുന്ന ആഘോഷങ്ങളിലുണ്ടായിരിക്കും, പ്രാർത്ഥനയ്ക്കുണ്ടായിരിക്കും, സഭയ്ക്ക് ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട്, കൂട്ടായ്മ പങ്കെടുക്കുന്നുണ്ട്. ബാഹ്യമായി അവരെ നോക്കിയാൽ നല്ല വിശ്വാസത്തിൽ ഒരു കുറവും പറയാനായിട്ട് നമുക്കില്ല. എന്നാൽ പ്രായോഗിക തലങ്ങളിലൂടെ കടന്നു വരുമ്പോൾ ആണ് അവരുടെ ആന്തരികതയെപ്പറ്റി തിരിച്ചറിയാൻ പറ്റുന്നത്. ഇവരുടെ വിശ്വാസം എപ്പോഴാണ് പ്രായോഗികതയിൽ കടന്നു വരുന്നത്, അപ്പോഴാണ് അവരുടെ ആത്മീയ അവസ്ഥ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവരുടെ പ്രവൃത്തിയും സംസാരവും അവരെ അളക്കുന്ന മാനദണ്ഡങ്ങളാണ്. ഇപ്പം എങ്ങനെയാണ് ഒരു വ്യക്തിയെ നമുക്ക് അളക്കുവാൻ പറ്റുന്നത്? അവരിൽ പ്രകടമായിത്തീരുന്ന സ്വഭാവവിശേഷതകൾ, സംസാര രീതി, ഇടപാടുകൾ, സഹകരണങ്ങൾ,
പ്രവർത്തന ശൈലി, ഇതൊക്കെ കാണുമ്പോഴാണ് ഒരു ആത്മീയ അവസ്ഥയെപ്പറ്റി നമുക്ക് കാണാൻ കഴിയും. ഇതിനെപ്പറ്റി വായിച്ചു വന്നപ്പോൾ ആ വിഷയം ഒന്ന് തെളിയിക്കാൻ വേണ്ടി ആ ഒരു എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്ന പ്രകാരം എനിക്ക് വായിക്കുവാൻ കഴിയും. വളരെ രസകരമായി എനിക്ക് തോന്നി. അതായത് ഒരു മനുഷ്യന് ഒരു കടയുണ്ട്. ആ കടയുടെ മുകളിലായിട്ടാണ് അദ്ദേഹം താമസിക്കുന്നത്. സ്വന്തം കെട്ടിടമാണ്. അടിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു കടയാണ്. മുകളിൽ അദ്ദേഹം താമസിക്കുക, വിശ്വാസിയാണ്. ഒരു ദിവസം പ്രഭാതത്തിൽ അദ്ദേഹത്തിൻ്റെ കടയിലെ ജോലിക്കാരനെ വിളിച്ചിട്ട് അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിന് പശുക്കറവയൊക്കെ ഉണ്ട്, പശുക്കളുണ്ട്, പാല് കടയിൽ വിൽക്കുന്നുണ്ട്. ആ തൊഴിലാളിയെ വിളിച്ചിട്ട് അദ്ദേഹം ചോദിക്കാൻ, എടാ പാലിനകത്ത് നീ വെള്ളം ചേർത്തായിരുന്നോ? ആ സാറേ, ഞാൻ വെള്ളം ഒഴിച്ചു. ബട്ടറിനകത്ത് നീ കളറ് ചേർത്തായിരുന്നോ? ചേർത്തു. കാപ്പിപ്പൊടിക്കകത്ത് നീ ചിക്കരി ചേർത്തായിരുന്നോ? ചിക്കരി എന്ന് പറയുന്ന ഒരു സൈസ് കിഴങ്ങ് വർഗ്ഗമാണ്. പൊടിച്ച് ചേർത്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ്. അത് ചേർത്തു. എല്ലാം ചെയ്തല്ലോ? ആ ചെയ്തു. എന്നാൽ കയറുക, പ്രാർത്ഥനയ്ക്ക് സമയമായി, നമുക്ക് പ്രാർത്ഥിക്കാം. ആലോചിച്ച് നോക്കിക്കേ, ബാഹ്യമായിട്ട് എല്ലാം കൊള്ളാം, പ്രാർത്ഥന ഉണ്ട്, സമയത്ത് പ്രാർത്ഥന നടക്കുന്നുണ്ട്. ഇത്രയും നീ ചെയ്തെങ്കിൽ നീ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സമയമായി. വളരെ രസകരമായി എനിക്ക് തോന്നിയ പ്രിയപ്പെട്ടവരെ, ഇവരുടെ പ്രവർത്തന രീതിയും സംസാര രീതിയും ഇടപാടുകളും ഒക്കെ വീക്ഷിക്കുമ്പോഴാണ് ഇവൻ എങ്ങനെയുള്ള വ്യക്തിയെ നമുക്ക് കാണുവാനായിട്ട് പറ്റുകയുള്ളൂ. രണ്ടാമതായിട്ട് യാക്കോബ് പറയുന്നതാണ്, ഒരു കൂട്ടെ പറയുകയാണ് 27 വാക്യത്തിൽ, പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ എന്ന് പറയും. രണ്ടാമത്തെ കൂട്ടം എന്ന് പറയുന്ന ആന്തരികമായിട്ട് ഭക്തി ഉള്ളവർ. ഒന്ന് ബാഹ്യമായിട്ടുള്ളവർ, രണ്ടാമത് ആന്തരികമായിട്ട് ഭക്തിയുള്ളവർ. നമുക്കറിയാം, ഞാൻ പല ക്ലാസ് പറയുണ്ടായി, യാക്കോബിൻ്റെ ദൈവശാസ്ത്രപരമായ ചിന്ത എന്ന് പറയുന്നത് വിശ്വാസം പ്രവൃത്തിയിൽ കൂടി കൊണ്ടുവരിക എന്നുള്ളതാണ്. ബാക്കിയുള്ള എഴുത്തുകാരെക്കാൾ വ്യത്യസ്തതയുണ്ട് യാക്കോബിൻ്റെ പ്രത്യേകത. യാക്കോബിൻ്റെ ദൈവശാസ്ത്രം എന്ന് പറയുന്നത് വിശ്വാസം പ്രവൃത്തിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ യാക്കോബ് പറയാണ്, പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ ഒരാൾ നിൽക്കുമ്പോൾ അവൻ്റെ ഭക്തി ശുദ്ധവും നിർമ്മലവും ആയിരിക്കട്ടെ. പ്യുവർ ആൻഡ് അൺഡിഫൈൽഡ്, അതായത് ചെളി പുരളാത്ത ജീവിതത്തിൻ്റെ ഉടമയായിരിക്കണം. പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കുമ്പോൾ ഇവിടെ പറയുന്നത് ശുദ്ധവും നിർമ്മലതയുമുള്ളവൻ ആയിരിക്കട്ടെ. പരീക്ഷന്മാരെക്കുറിച്ചും ശാസ്ത്രിമാരെക്കുറിച്ചും കർത്താവ് പറഞ്ഞത്, ഈ ജനം അതിരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എങ്കിൽ അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. അവരെപ്പോഴും പാട്ടുപാടുന്ന സ്തുതിക്കുന്ന അതിരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നുണ്ട്, ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരത്തായിരിക്കുന്നു. ഒരു വിശ്വാസി അവൻ്റെ ഭക്തി എങ്ങനെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാം എന്നാണ് യാക്കോബ് പറയുന്നത്. എങ്ങനെ നിങ്ങളുടെ വിശ്വാസം പ്രവൃത്തിയിൽ കൊണ്ടുവരാം? 2 കാര്യങ്ങൾ കൂടി യാക്കോബ് പറയുകയാണ്. അതെങ്ങനെയാണ് പ്രായോഗികമാക്കുന്നത്? ചിന്തിക്കണം. യാക്കോബ് എപ്പോഴും പ്രാക്ടിക്കലാണ്. എങ്ങനെ വിശ്വാസം പ്രവൃത്തി കൊണ്ടുവരാം? യാക്കോബ് പൗലോസ് ഒത്തിരി തിയോളജിക്കൽ വിഷയങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. യാക്കോബ് ഇവിടെ വളരെ വ്യത്യസ്തമാണ്. ഒരു വിശ്വാസി ആയിരിക്കുമ്പോൾ എങ്ങനെയാണ് ആ വിശ്വാസം ബാഹ്യലോകത്തിന് പ്രകടമാകുന്നത്? എന്നിട്ട് പിതാവായ ദൈവത്തിന് മുമ്പാകെ നിങ്ങൾ എന്ത് ചെയ്യണം? ശുദ്ധവും നിർമ്മതയുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞിട്ട് അടുത്ത പ്രായോഗിക തലത്തിലോട്ട് കൊണ്ടുപോവുക. എന്ത് ചെയ്യണം? നിങ്ങൾ അനാഥരെയും വിധവമാരെയും അവിടെ സങ്കടങ്ങളിൽ ചെന്ന് കാണുന്നതും ലോകത്താനുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതും ആവും. എങ്ങനെ പ്രായോഗികമാക്കി തീർക്കാൻ പറ്റും വിശ്വാസ ജീവിതം? ഒന്ന്, നിങ്ങൾ എന്ത് ചെയ്യണം? അനാഥരെയും വിധവമാരെയും ചെന്ന് കാണും. യാക്കോബ് വിശ്വാസികൾക്ക് എഴുതുമ്പോൾ സഭയിൽ അങ്ങനെയുള്ള കൂട്ടരുണ്ട്. ഇന്നത്തെ കാലത്തല്ല, അന്നൊക്കെ എന്ന് പറയുമ്പോൾ വിധവമാരെയും അനാഥരെയും ടേക്ക് കെയർ ചെയ്യുന്നത് സഭകളായിരുന്നു. അവരെ സംരക്ഷിക്കുന്ന, അവരെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് അന്നത്തെ സഭകളായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിൽ വിഷയമുണ്ട്.
എന്താ നമുക്ക് വായിക്കാൻ പറ്റുന്നത്? അവരെ വിധവമാരെ പരിഗണിച്ചില്ല എന്നൊരു വിഷയം 6-ാം അധ്യായത്തിൽ വായിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു അപ്പോസ്തലന്മാർ? ആത്മനിറവുള്ള 7 പേരെ ഇവരെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്തു. മേശമേലുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി 7 പേരെ ആത്മനിറവുള്ളവരെ തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടിയായിരുന്നു? വിധവമാരെ പരിഗണിക്കുവാൻ വേണ്ടി. അതുകൊണ്ട് യാക്കോബ് പറയാണ്, വിശ്വാസികളെ, ദൈവം നോക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം തികഞ്ഞവരാണെങ്കിൽ അത് പ്രകടിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ ആവശ്യത്തിലായിരിക്കുന്ന അതേ സഹായം അർഹിക്കുന്ന അനാഥരുമുണ്ട്, വിധവമാരുമുണ്ട്. അവരെ നിങ്ങൾ ചെന്ന് കാണണം. അവരുടെ കഷ്ടങ്ങളിൽ അവരെ സഹായിക്കണം. നിങ്ങളുടെ സന്ദർശനം അവരെ ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളുടെ സഹായം അവർക്ക് ആവശ്യമാണ്. അപ്പോൾ തന്നെ തീമോഥെയോസിനോട് പൗലോസ് പറയുന്നുണ്ട്, 1 തിമോത്തി 5:3 വായിക്കുന്നുണ്ട്, സാക്ഷാൽ വിധവമാരെ മാനിക്കണം എന്ന് പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ വിശ്വാസം അത് പ്രകടമാക്കേണ്ടത് ആവശ്യമാണ്. കേവലം നാം ദൈവത്തെ അറിഞ്ഞു, ദൈവനെ അറിയുന്നു, ആരാധിക്കുന്നു, മാറ്റപ്പെടുത്തുന്നു, അതിൽ സംതൃപ്തിപ്പെട്ട് മാത്രം ഒതുങ്ങി നിൽക്കുകയല്ല. നമ്മുടെ വിശ്വാസം ഏത് നിലയിൽ നമുക്ക് പ്രകടമാക്കി തീർക്കാം എന്ന് യാക്കോബ് ഓർപ്പിക്കുകയാണ്. അതിനുശേഷം പറയാണ്, അനാഥരെയും വിധവമാരെയും അവരുടെ സംഘടനയിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതും ആകും. രണ്ടാമതായിട്ട് പറയുകയാണ്, ലോകത്തിൻ്റെ കളങ്കം നിങ്ങളെ ഏൽക്കുവാനായിട്ട് പാടില്ല. ലോകമയത്വങ്ങളിൽ കുടുങ്ങിപ്പോകാനായിട്ട് പാടില്ല. ലോകത്ത് ജീവിക്കണം, പക്ഷേ ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ ഒരിക്കലും കുടുങ്ങിപ്പോകാനായിട്ട് ഇടവരാതെ ശ്രദ്ധിക്കണം എന്നാണ്. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ, ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധം വളരെ സുദൃഢമായിരിക്കണം. ആ ബന്ധത്തിലൊരു ഉലച്ചിലുണ്ടാകാൻ പാടില്ല, കോട്ടം ഉണ്ടാകാൻ പാടില്ല. അതെന്നും കാത്തു സൂക്ഷിക്കേണ്ട ആവശ്യമാണ്. ഒരു കാരണവശാൽ ലോകത്തിൻ്റെ കളങ്കം നമ്മെ സ്വാധീനിച്ച് നമ്മുടെ ആത്മീയ ചൈതന്യം നഷ്ടപ്പെട്ടു പോകാനായിട്ട് പാടില്ല എന്ന് പറയാം. അപ്പോൾ ആ ബന്ധങ്ങൾ എല്ലാ കാലവും സൂക്ഷിക്കണം. പരീക്ഷണങ്ങളുണ്ട്, പ്രലോഭനങ്ങളുണ്ട്. പക്ഷേ ആ പ്രലോഭനങ്ങൾ വരുമ്പോഴും പരീക്ഷകൾ വരുമ്പോഴും ബന്ധം ഒളിഞ്ഞു പോകാതെ കാത്തു സൂക്ഷിക്കുക. പൗലോസ് ഒരിക്കൽ പറയുണ്ടായി, ഫിലിപ്പിയർ വായിക്കുന്നുണ്ട്, എനിക്ക് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അറിയണം. അവൻ്റെ അഭിമാനം എന്ന് പറയുമ്പോൾ എനിക്ക് അവനെ ആഴമായി അറിയണം. ആ ബന്ധം എല്ലാ കാലവും മെയിൻറ്റെയിൻ ചെയ്ത് മുമ്പോട്ട് പോകണം. അവനിൽ നിന്ന് ഒരിക്കലും അകന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. അവനോടായിരിക്കുന്ന സ്നേഹവും സാമീപ്യവും അത് പുതുക്കി വരത്തക്കോണം എനിക്ക് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും തിരിച്ചറിഞ്ഞ് അവനിൽ വളരണം, അവനോട് കൂടെ ഇരിക്കണം എന്നാണ് പൗലോസ് അവിടെ പറയുന്നത്. യാക്കോബ് തന്നെയാണ് പറയുന്നത്, ലോകത്തിൻ്റെ കളങ്കം നിങ്ങളെ എടുത്തു കളയാതെ, ബന്ധം ഒളിഞ്ഞു പോകാതെ കാത്തു സൂക്ഷിക്കണം എന്ന് പറയുകയാണ്. ഒരിക്കലൊരു കുട്ടിയുടെ അമ്മ പെട്ടെന്ന് മരിച്ചുപോയി. അവന് സഹോദരങ്ങളില്ല, അപ്പം മാത്രമേ ഉള്ളൂ. അപ്പന് ജോലിക്ക് പോകണം, ഇവനെ നോക്കുവാനായിട്ട് അപ്പന് കഴിയത്തില്ല. വളരെ ബുദ്ധിമുട്ടി. ആ സമയത്ത് ഒരു അകന്ന കുടുംബം, ഭാര്യയും ഭർത്താവും വന്നിട്ട് ആ പിതാവിനോട് പറയുകയാണ്, നിനക്ക് ഇവനെ നോക്കുവാനായിട്ട് പറ്റുകയില്ല, നിനക്ക് ജോലിക്ക് പോകണം, ഉത്തരവാദിത്തം ധാരാളമുണ്ട്, ഇവനെ വളർത്തുവാൻ നിനക്ക് പറ്റുകയില്ല. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, അവനെ ഞങ്ങൾക്ക് തന്നേരെ, ഞങ്ങൾ അവനെ വളർത്തിക്കൊള്ളാം, അവന് വേണ്ടതെല്ലാം വാങ്ങിച്ചു കൊടുക്കാം, അവൻ്റെ വിദ്യാഭ്യാസം, അവൻ്റെ ബാക്കി കാര്യങ്ങൾ, അവന് എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടല്ലോ എല്ലാം ഞങ്ങൾ സഹായിപ്പിച്ചു കൊടുത്തോളാം, അവന് ഞങ്ങൾക്ക് തരണമെന്ന് പറയും. ഉടനെ ആ പിതാവും ചിന്തിച്ചു, ശരിയാണ്, എനിക്ക് അവൻ്റെ കാര്യം ശ്രദ്ധിക്കാൻ പറ്റുകയില്ല, ഒരു ഫാമിലി അവൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ഏറ്റെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ഇത്രയും നല്ല കാര്യമാണ് എന്നറിഞ്ഞുകൊണ്ട് ഈ അപ്പൻ ഈ കുട്ടിയോടൊന്ന് പറയുകയാണ്, മോനെ, ഈ അങ്കിളും ആൻറ്റിയും മോനെ ഇനിയും വളർത്തും, മോന് വേണ്ടതെല്ലാം വാങ്ങിച്ചു തരും, സൈക്കിൾ വാങ്ങിച്ചു തരും, ടൂറിന് കൊണ്ടുപോകും, സ്വീറ്റ്സ് വാങ്ങിച്ചു തരും, എല്ലാം അവർ നോക്കിക്കോളും, മോന് അവരുടെ പൊക്കു എന്ന് പറയും. ഉടനെ ആ കുട്ടി പറയുകയാണ്, ഐ വിൽ നോട്ട് ഗോ, ഞാൻ പോകത്തില്ല. ദേ കനോട്ട് ഗീവ് മീ യു, അവർക്ക് എൻ്റെ ഡാഡിയെ തരാനായിട്ട് പറ്റുകയില്ല.
അവർക്കെല്ലാം വാങ്ങിച്ചു തരാൻ പറ്റും, പക്ഷേ എൻ്റെ ഡാഡിയെ എനിക്ക് അവർ തരാനായിട്ട് പറ്റില്ല. എനിക്ക് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തെ ശക്തിയെയും തിരിച്ചറിയും. നിങ്ങൾ കളങ്കമില്ലാത്തവരായി, അതോ നമ്മുടെ ബന്ധങ്ങൾ ഒരിക്കലും അറ്റുപോകാതെ ആ ദൈവമോട്ടുള്ള അരിക്കുന്ന സ്നേഹവും ഭക്തിയും മുറുകെ പിടിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ 1-ാം അധ്യായം വളരെ ചിന്തനീയമായ അധ്യായമായിരുന്നു. നാം ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ യാക്കോബ് പറയുന്നുണ്ട്. ഈ അതിനൊക്കെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് പ്രചോദനമായി തീരട്ടെ. ഏറ്റവും ഉപരിയായി നാം അറിഞ്ഞായിരിക്കുന്ന ആത്മീയ സത്യങ്ങൾ അതിൽ മുറുകെ പിടിച്ചുകൊണ്ട് ദൈനംദിന ജീവിതത്തിൽ വളർച്ച പ്രാപിച്ചവരായി, ആ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരായി, ദൈവത്തിലായിരിക്കുന്ന സ്നേഹവും ഭക്തിയും ആരാധനയും മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ നാം യോശുവയുടെ പുസ്തകത്തിൽ വായിച്ച പോലെ നീ കൃതാർത്ഥനായി ഇരിക്കും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.